കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. MLA സണ്ണി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മനോഹരമായിട്ടൊരു പ്രോഗ്രാമായിട്ട് ഇതിനെ കാണുകയാണ്. കുട്ടികൾക്ക് നൽകുന്ന ഒരു അനുമോദനം, വിജയോത്സവം, ഈ കാലഘട്ടത്തിന്റെ ഈ സമീപ ദിവസങ്ങളുടെ പ്രത്യേകത നമുക്കെല്ലാം അറിയാം. വിജയങ്ങൾ കൈവരിച്ച ആളുകൾക്ക് അനുമോദനങ്ങളും വിജയോത്സവങ്ങളും എല്ലാം നടക്കുന്ന സന്ദർഭമാണ്. ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് വളരെയേറെ പ്രാധാന്യത്തോടെ നടന്നു. അതിൽ വിജയം വരിച്ചവർ, ഭരണം നിലനിർത്തിയ പ്രധാനമന്ത്രി അഭിനന്ദനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഹ്ലാദം അവരെ നടത്തുകയാണ്. പ്രതിപക്ഷം കൂടുതൽ ശക്തമായതിന്റെ ഉത്സാഹത്തിലും ആവേശത്തിലും പ്രതിപക്ഷ നേതൃനിര നിൽക്കുകയാണ്. അതേപോലെ വിജയിച്ച ആളുകളെല്ലാം അവരുടേതായ രൂപത്തിലുള്ള വിജയോത്സവങ്ങൾ നടത്തുകയാണ്. നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നു, അതിലെ വിജയികൾ അവരുടേതായിട്ടുള്ള രൂപത്തിൽ ഉള്ള ആഘോഷങ്ങൾ നടത്തുന്നു. JEE പരീക്ഷയുടെ, SSLC ഹയർ സെക്കൻഡറി, അങ്ങനെ എല്ലാ വിജയങ്ങൾക്കും അതിൻ്റെതായ രൂപത്തിൽ ആഘോഷിക്കാനുള്ള അവകാശമുണ്ട്, അതിനുള്ള അവസരമുണ്ട്. വ്യാപാരികളുടെ മക്കൾ വ്യാപാരികളോ അല്ലെങ്കിൽ അതിലുപരിയായോ മാറേണ്ട ആളുകൾ തന്നെയാണ്. വ്യാപാരം ഒരു മോശം മേഖലയല്ല. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വ്യാപാര മേഖല, വാണിജ്യ മേഖല, ഒന്ന് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, പിന്നെ ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, വ്യാപാരം, വാണിജ്യം, വ്യവസായം, ഇതിനെല്ലാം ശക്തിപ്പെടുത്താനുള്ള വലിയ ഒരു ആയുധം തന്നെയാണ് കുട്ടികളുടെ അറിവും വിദ്യാഭ്യാസ രംഗത്തെ നമ്മളുടെ നേട്ടങ്ങൾ. വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് റെജി തോമസ് അധ്യക്ഷനായി. മർച്ചന്റ് ബാങ്ക് പ്രസിഡന്റ് കുഞ്ഞിമൂസ ഹാജി, രക്ഷാധികാരി MJ ജോണി, കോർഡിനേറ്റർ K അബ്ദുൾ നാസർ, വൈസ് പ്രസിഡന്റ് PP കുഞ്ഞൂഞ്ഞ്, മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി ജോസഫ് വർഗീസ്, പയ്യഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ശശിധരൻ നായർ, മെട്രോ യൂണിറ്റ് സെക്രട്ടറി സോബിൻ തോമസ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. NK സജിൻ നന്ദി പറഞ്ഞു.